നല്ല പഴുത്ത കുറച്ച് മാങ്ങ കിട്ടി കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു പുഡിങ് ഉണ്ടാക്കിയാലോ. നല്ല മണമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, കണ്ടും മുണ്ടനെ മുറിച്ചങ്ങ് മിക്സിക്കകത്തേക്ക് ഇട്ടു. പിന്നെ ദേ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാരി ഒഴിച്ചാൽ ഇടാം കേട്ടോ. ഇനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുത്ത് ക്രീമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും പാലും കൂടി ചേർത്ത് കട്ട പിടിക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പത്തേക്ക് വെക്കുക. നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങയില്ല, അത് ഇതിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കുക. ഒന്നും കളയരുത് കേട്ടോ, അടപ്പിലുള്ളൊക്കെ വടിച്ച് തന്നെ ഒഴിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ, നന്നായിട്ട് കുറുകി വരും. ആ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിതേ നമ്മുടെ നേരത്തെ വെച്ചിട്ടുള്ള കോൺഫ്ലവറില്ലേ, അത് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കട്ട പിടിക്കരുത് കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കുമ്പോൾ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാവും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു എയർ ബൗൾസ് പോകാനായിട്ട് തട്ടി കൊടുക്കുക. ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പുഡിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും ഇല്ല കേട്ടോ. ഫ്രിഡ്ജിലും വെച്ചില്ല, ഒന്നും വെച്ചില്ല, നമ്മൾ നേരെ